ഓസം മൂവി, വാട്ട് എ മൂവി. തിയേറ്ററിൽ വന്ന് ഈ പടം കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എവർ എന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ ടോട്ടലി ഡിഫറൻറ്റ്, പൊളിച്ചടുക്കി. അതായത് ഒരു പടമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡിഫറൻ്റ്ലി എന്താ പറയുക, ഒരു പോലീസ് ഓഫീസർ കുഞ്ചാക്കോ ബോബനെ ഒരു റൊമാൻസ് സാധനമൊക്കെ മാറ്റി നിർത്തി ഇതുവരെ കണ്ടേക്കുന്ന പോലീസ് ഓഫീസർ നിങ്ങൾക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾ തിയേറ്ററിൽ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു മൂവി ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഫാമിലി ആയിട്ട് ഇത് വന്നതാണ്. ഫാമിലി ത്രില്ലർ മൂവിയാണ്. പ്രസൻറ്റ് ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാമിലി ത്രില്ലർ മൂവി എവർ എന്ന് പറയുന്ന രീതി പടം മേക്ക് ചെയ്തിട്ടുണ്ട്. അസാധ്യ മൂവി ഫസ്റ്റ് തൊട്ട് എൻഡിങ് ഒരു പടത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എല്ലാവരും അസാധ്യ പെർഫോമൻസ്, ഒരു സൈക്കോ റിലേറ്റഡ് ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും. പെർഫോമൻസ് ആണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. ജേക്സ് ബിജോയുടെ മ്യൂസിക് എന്നാ പറയുക, അസാധ്യമായിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. സോ ടോട്ടലി പറഞ്ഞ വർത്ത് വാച്ച് ഇറ്റ്. തിയേറ്റർ വാച്ച് ഐറ്റം, തീ സാധനം, സൂപ്പർ മൂവി. അടിപൊളി പടം, സീൻ പടം. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. നല്ല പടം, നല്ല പടം. അടിപൊളി, നല്ല റോളായിരുന്നു. ഭയങ്കര അടിപൊളി ക്യാരക്ടറായിരുന്നു. എല്ലാം അടിപൊളി, നല്ല പടം. എല്ലാവരും അടിപൊളി പടം, എല്ലാവരും കാണണം എന്ന് പറയാം. കാരണം കുടുംബം ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന മയക്കുമരുന്ന് സമൂഹത്തിന് വരുത്തുന്ന വിപത്ത് എന്താണെന്ന് ഇതിലൂടെ കാണാനായിട്ട് കഴിഞ്ഞു നോക്കുക. കാരണം ഒരിക്കലും മയക്കുമരുന്നിന് അടിമയാകാൻ ആരും ശ്രമിക്കരുത്. നമ്മുടെ ഒരു ചാക്കോച്ചൻ പടം, ചാക്കോച്ചൻ്റെ ഒരു മേക്കിംഗ് പീക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഏറ്റവും റഫായിട്ടുള്ള പടം കണ്ടാണ്. പുകയിലൊക്കെ കണ്ട നമുക്കൊരു ചോക്ലേറ്റ് വീണ്ടും തോന്നിയായിരുന്നു പുള്ളിയുടെ. പക്ഷേ ഇതല്ല, അസൽ ഒരു റഫ് പോലീസ്, അത് റഫ് പോലീസുകാരൻ എന്ന് വെച്ചാൽ പുള്ളിയുടെ ലെവലേ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മേക്കിങ്ങിൻ്റെ BGM, JXന്റെ BGM കാരക്കിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ സീനിനും പുള്ളി കിടുപ്പനായിട്ടാണ് അതിൻ്റെ ഓരോ ചെയ്തിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ വരെ പടം കിടുപിടുപ്പനാണ്. ഇൻ്റർവ്യൂവിൽ ഒരു ശക്കലം തോന്നിയാലും പക്ഷേ അത് ഫിനിഷിങ്ങിൽ അത് അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. കിടുപ്പം പടം എന്ന് വെച്ചാൽ ഒരു കുഞ്ചാക്കോവും പടം. ഇതാണ് എല്ലാവരും മസ്റ്റായിട്ട് വന്ന് ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട പടം ആട്ടത്. അതെന്ന് വെച്ചാൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു ഫാമിലി പടം ഈ തൂക്കി, കുഞ്ചാക്കോനെ ഈ വർഷം തൂക്കി, ഉറപ്പാണ് ഓട്ടോ. അടിപൊളി പടം, ഒരു രക്ഷയില്ല. കിണ്ണം കാച്ച പടം. ചാക്കോച്ചനൊക്കെ വേറെ ലെവൽ പൊളിച്ച്. വില്ലന്മാരാണ് ഏറ്റവും കൂടുതൽ നായകനെ വെറുപ്പിച്ച വില്ലന്മാർ. പിന്നെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ അമ്മാതി സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാത്തിനും 5.5 എന്ന പടം. ഒരു രക്ഷയില്ല. ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണാം. ഒരു രക്ഷയില്ല. കിഡിലൻ സാധനമാണ്, കിണ്ണം കാച്ചാണ്. അടിപൊളിയാണ്. നല്ല നൈസ്. ഏതാ പുള്ളി ഒരു രക്ഷയില്ല. പുള്ളി ത്രൂ ഔട്ട് പുള്ളി തന്നെ, ഇൻ ആൻഡ് ഔട്ട് പുള്ളി തന്നെയാണ്. ചാക്കോച്ചൻ തന്നെയാണ്. ചിരിക്കുന്ന പോലും ഇല്ല പുള്ളി. ഫുള്ള് അടിപൊളി റോളാണ്. ഫാസ്റ്റ് അല്ല, പടം ഉഗ്ര ഫിലിമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പൊക്കെ. പക്ഷേ നല്ല മേക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. പിന്നെ അടിപൊളി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. കൊറേ ഡ്രഗ് അബ്യൂസിന്റെ ഇതാണ്. പക്ഷേ ചാക്കോച്ചനൊന്നും പറയാനില്ല. പുള്ളിയാണ് പടം. അടിപൊളി പടം, സൂപ്പർ പടം. കുഞ്ചാക്കോവനൊക്കെ പൊളിച്ചടക്കി. കുഞ്ചാക്കോവന് അടിപൊളിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് ഒന്നല്ല, ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇത് അടിപൊളിയാക്കണം. വെറൈറ്റി ആയിക്കണു. ജഗദീഷ് കുഞ്ചാക്കോവനൊക്കെ സൂപ്പർ ആക്കണം. അടിപൊളിയാക്കണം. വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറയാൻ. അടിപൊളി. ഇതിന് മുന്നേ ചെയ്തായിരുന്നു. പക്ഷേ ഈ ഇതിൽ ചെയ്ത ക്യാരക്ടറുകളൊക്കെ യങ്സ്റ്റേഴ്സ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആക്കണം. എന്താ ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ വന്നിട്ട് കുഞ്ചാക്കോ ബോബൻ ഓൺ ഹെവി ഡ്യൂട്ടി, അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം പെർഫോമൻസൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കുഞ്ചാക്കോവനെ. സാധാരണ എല്ലാ സിനിമയിലും പറയും നായകന്മാർ ഇതുവരെ കാണാത്ത ഗെറ്റപ്പ്, പക്ഷേ ഇതിൽ ശരിക്കും കുഞ്ചാക്കോവനെ ഇതുവരെ കാണാത്ത ഒരു രീതിയിൽ കാണാൻ പറ്റി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഓപ്പോസിറ്റായിട്ട് വന്ന വിശാഖ് നായരുടെ പെർഫോമൻസ്. മച്ചാൻ കട്ടയ്ക്ക് കോമ്പറ്റീഷൻ ആയിരുന്നു. അതുപോലെ സിനിമയുടെ ലെവൽ വേറെ ഉയർത്താൻ ആ വില്ലന്മാരുടെ ഗ്യാങ്ങും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ശക്തമായ തിരക്കഥ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെയ്ക്സ് ബിജോയുടെ പറയാനില്ല. ആ ടെൻഷൻ ഓരോ സെക്കൻഡിൽ കൂട്ടുന്ന, അല്ലെങ്കിൽ തന്നെ കഥയിലുള്ള ടെൻഷനും BGMന്റെ ടെൻഷനും എല്ലാം കൊണ്ട് ആ മിസ്റ്ററി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BGM സഹായിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഒരു പോലീസ് സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്കും ഫാമിലി സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ കണക്റ്റ് ആവുന്ന അതിഗംഭീര പെർഫോമൻസ് ഉള്ള, അതിഗംഭീര ആക്ടിംഗ് മുഹൂർത്തങ്ങളുള്ള, നല്ല ആക്ഷനുള്ള, ത്രില്ലർ മൂമെൻറ്റ്സ് ഉള്ള എല്ലാം നിറഞ്ഞൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അടിപൊളി. നമുക്ക് ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചുണ്ടല്ലോ, അതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഫൈറ്റ് ആണെങ്കിലും
പുള്ളിയുടെ ആക്ഷൻ ആണെങ്കിലും ടോട്ടലി അഭിനയം വേറെ ലെവൽ ചാക്കോച്ചൻ. കാരണം ഇതുവരെ നമ്മൾ കണ്ടില്ല അങ്ങനെ ഒരു ടോട്ടലി മാറി. ഇത്രയും ആ ചോക്ലേറ്റ് മൂടൊക്കെ മാറി വേറെ ലെവലായില്ല. മാസാണ് ഈ ഫൈറ്റൊക്കെ എല്ലാം കൊണ്ടും വേറെ ലെവലൊരു ചാക്കോച്ചനെ കാണണമെങ്കിൽ ഈ പടം കണ്ടാൽ മതി. ഇതുവരെ എവിടെയായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഈ അഭിനയമൊക്കെ എവിടെ കൊണ്ട് വെച്ച് ഈ പുള്ളി വേറെ ലെവൽ ഒട്ടും ടോട്ടൽ മാസ്. അതുപോലെ ഇതിലെ സ്റ്റോറി എടുത്തു പറയേണ്ട സ്റ്റോറി കേട്ടോ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്റ്റോറിയാണ്. ഫാമിലിയായിട്ട് കാണണം ഈ പടം. കാരണം അച്ഛനമ്മമാരും പെൺകുട്ടികൾ തീർച്ചയായിട്ടും കാണണം. അത്രക്കും മസ്റ്റായിട്ടുള്ള സ്റ്റോറിയാണ്. വളരെ വളരെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അച്ഛന്മാർ തീർച്ചയായിട്ടും കാണണം. അതെല്ലാം കൊണ്ടും സൂപ്പർ പടം.